ഗൈസ് വെൽക്കം ടു ഇമ്പൾസ്. നമ്മൾ നോക്കാൻ പോകുന്ന ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്ട് ആൻഡ് മെഡിക്കേഷൻ ആണ്. അതിൽ ഫസ്റ്റ് വൺ ഇസ് ആന്റി അൾസർ ഡ്രഗ് ആണ്. സോ അൾസറിന് അഗെയിൻസ്റ്റ് കൊടുക്കുന്നതാണ്. ഈ അൾസർ എവിടെ ഉണ്ടാവുക? നമ്മുടെ സ്റ്റൊമക്കിലും സ്മോൾ ഇൻഡസ്ട്രിയിലാണ് ഉണ്ടാവുക. സോ ഈ ആന്റി അൾസർ ഡ്രഗ്സിനെ മറ്റൊരു പേര് പറയാറുണ്ട് ആസിഡ് സപ്രസിംഗ് ഡ്രഗ് അല്ലെങ്കിൽ അൾസർ ഹീലിംഗ് ഡ്രഗ് എന്നും പറയാറുണ്ട്. അപ്പം നമ്മളെ ബോഡിക്കകത്ത് ഉണ്ടാവുന്ന അൾസേഴ്സിനെ കുറയ്ക്കുക എന്നുള്ളതാണ്. അതിന് എങ്ങനെ കുറയ്ക്കും? അതായത് നമ്മളെ ബോഡിയിൽ ഒരുപാട് ആസിഡ്സ് പ്രൊഡ്യൂസ് ആവുകയാണെങ്കിൽ അത് മുറിവുണ്ടാവുകയും പിന്നെ അത് അൾസറിലേക്ക് ഫോം ആവുകയും ചെയ്യുന്നു. അപ്പം നമ്മുടെ ഈ ആസിഡ് ഉണ്ടാവുന്ന കുറയ്ക്കുക എന്നുള്ളത് മാത്രമാണ്. അത് മാത്രമല്ല ഉണ്ടായ അൾസേഴ്സിനെ അതിൻ്റെ ഹീലിംഗ് ചെയ്യുക എന്നുള്ളതും ഒരു മെക്കാനിസം തന്നെയാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ, H2 റിസപ്റ്റർ ആൻറ്റഗോണിസ്റ്റ്, മ്യൂക്കോസൽ പ്രൊട്ടക്റ്റന്റ്, അങ്ങനെ ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. സോ ബേസിക്കലി അഡ്മിനിസ്ട്രേഷൻ പറയുവാണെങ്കിൽ ഓറലി ആണ് നമ്മൾ കൂടുതലായിട്ട് കൊടുക്കേണ്ടാവുക. സോ നമുക്ക് അൾസറിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും കുറച്ച് കൊണ്ടുവരാനായിട്ട് പറ്റും. സോ ഇത് പെപ്റ്റിക് അൾസറിന് കൊടുക്കുന്ന ഡ്രഗ്സ് ആണ് ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻ ഇൻഹിബിറ്റേഴ്സ്, അതായത് ഗ്യാസ്ട്രിക് ആസിഡിന്റെ അളവ് കുറയ്ക്കുന്നത്. പിന്നെ ഗ്യാസ്ട്രിക് ആസിഡ് ന്യൂട്രലൈസർ, അതായത് ആന്റാസിഡ്സ് ആണ്, നമുക്ക് ഉണ്ടായ ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ആന്റി H പൈലോറി ഡ്രഗ്സ്, H പൈലോറി കാരണം ഉണ്ടാകുന്ന അൾസറേഷൻ കാരണം ചെയ്യുന്നതാണ് ആന്റി H പൈലോറി. അതായത് ഒരു H പൈലോറി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ട്. സോ അത് നമ്മുടെ ബോഡി പോയിട്ട് നമ്മുടെ ഈ മ്യൂക്കോസലിനെയൊക്കെ നശിപ്പിച്ചതിന് ശേഷം കൂടുതലായിട്ട് അവിടെ ആസിഡ് വന്ന് ഇരിക്കുകയും അങ്ങനെ നമുക്ക് ഫർദർലി ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ അൾസർ ഫോം ചെയ്യുന്നതാണ് കേട്ടോ ഈ ആന്റി H പൈലോറി ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ. സോ അതിൽ തന്നെ H2 ആന്റി ഹിസ്റ്റമിൻസ്, ആന്റി കോളിനർജിക്, പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ, പ്രോസ്റ്റഗ്ലാൻഡിൻ അനലോഗ്, പിന്നെ ഗ്യാസ്ട്രിക് ആന്റാസിഡ് ആണെന്നുണ്ടെങ്കിൽ സിസ്റ്റമിക്, നോൺ സിസ്റ്റമിക്, പിന്നെ അൾസർ പ്രൊട്ടക്റ്റീവ്, ആന്റി H പൈലോറി എന്ന് പറഞ്ഞാൽ ഫർദർലി ക്ലാസിഫൈ ചെയ്യുന്നതിന് 2 എക്സാമ്പിൾ വെച്ചെങ്കിലും അറ്റ്ലീസ്റ്റ് പഠിക്കാനായിട്ട് ശ്രമിക്കാം. സോ അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ഒമിപ്രസോൾ ആണ്. സോ ഒമിപ്രസോൾ എല്ലാവർക്കും അറിയാം ഒരു പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ ആണ്. സോ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ എന്ന് പറഞ്ഞാൽ തന്നെയും ഇത് എന്താണ്, സ്റ്റൊമക് ആസിഡിന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കുവാണ് ചെയ്യുക. അതായത് നമ്മുടെ ഗ്യാസ്ട്രോ ഈസോഫാഗൽ റിഫ്ലക്സ് ഡിസീസ്, ഒന്നും കൂടെ പറയാം, ഗേർഡ് എന്ന് പറയും. സോ ഗേർഡിന് അഗെയിൻസ്റ്റ് നമ്മൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഗേർഡ് കാരണമുണ്ട് ഗ്യാസ്ട്രോ ഈസോഫാഗൽ റിഫ്ലക്സ് ഡിസീസ്, ഹാർട്ട് ബേൺ ഇഞ്ചക്ഷൻ, അല്ലെങ്കിൽ സ്റ്റൊമക് ആൻഡ് ഡിയോഡിനൽ അൾസറിന് കൊടുക്കുക. അപ്പോൾ ബേസിക്കലി അൾസറിന് മാത്രമല്ല കൊടുക്കുക. ഈ ഗ്യാസ്ട്രോ ഈസോഫാഗൽ റിഫ്ലക്സ് ഡിസീസിൽ നമുക്ക് തിരിച്ച് തവിട്ടുക അല്ലെങ്കിൽ പുളിച്ച് തവിട്ടുക എന്നൊക്കെ പറയില്ല, നമുക്ക് തിരിച്ച് ഛർദ്ദിക്കാൻ വരിക എന്ന് പറയില്ല. അതെന്താണ്, നമ്മുടെ ഗ്യാസ്ട്രിക്കകത്തുള്ള ഈ ജ്യൂസും ആസിഡും ഒക്കെ തിരിച്ച് നമുക്ക് പൊങ്ങി വരുന്നതാണ് ഗേർഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഹാർട്ട് ബേൺ നമ്മൾ കൊടുക്കാറുണ്ട്. മെക്കാനിസം പറയുവാണെങ്കിൽ H+K+ATPase എൻസൈം ആക്ഷനെ ഒമിപ്രസോൾ ബ്ലോക്ക് ചെയ്യുവാണ് ചെയ്യുക. H+K+ATPase എൻസൈം ആക്ഷനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ആസിഡ് പ്രൊഡ്യൂസ് ആകാതിരിക്കുകയും അങ്ങനെ ഫർദർലി എന്ത് ചെയ്യില്ല, നമുക്ക് അൾസർ ഹീൽ ആവുന്നു. സോ ബേസിക്കലി പേര് പറയുന്നത് പോലെ തന്നെയാണ് എന്താണ്, H+K+ATPase എൻസൈമിന്റെ പ്രൊഡക്ഷനെ ബൈൻഡ് ചെയ്ത് ബ്ലോക്ക് ചെയ്യുവാണ് ചെയ്യുക. അത് മാത്രം ആലോചിച്ച് വെക്കുക. സോ നെക്സ്റ്റ് വൺ ഈസ് അമോക്സിലിനാണ്. നമ്മൾ ആൻറ്റിബയോട്ടിക് ഫോർ GI ഇൻഫെക്ഷൻ. സോ നമ്മുടെ GIക്കകത്ത്, നമ്മുടെ ഗ്യാസ്ട്രിക് ഇൻഡസ്ട്രിനകത്ത് നമുക്ക് ഇൻഫെക്ഷൻ വന്നാൽ കൊടുക്കുന്ന ഡ്രഗാണ് അമോക്സിലിൻ. സോ ബേസിക്കലി വേരിയസ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അമോക്സിലിൻ കൊടുക്കാറുണ്ട്. സോ നിങ്ങൾ ഓൾറെഡി ആൻറ്റിബയോട്ടിക്സിൽ പഠിക്കും. ഇവിടെ ആന്റി H പൈലോറി ഡ്രഗ് കണ്ടോ, അതിൽ അമോക്സിലിൻ പറയുന്നുണ്ടോ, അതുകൊണ്ടാണ് ഈ അമോക്സിലിൻ നമ്മളിവിടെ പറയുന്നത് കേട്ടോ. സോ മെക്കാനിസം ആക്ഷൻ പറയുവാണെങ്കിൽ വളരുന്ന ബാക്ടീരിയ കൊല്ലുക എന്നുള്ളതാണ്. അതിൻ്റെ സെൽ വാൾ ഫോർമേഷനെ ഇൻ്റർഫിയർ ചെയ്തുകൊണ്ട് കൊല്ലുക എന്നുള്ളതാണ്. കോമൺലി നമ്മൾ സ്കിൻ ഇൻഫെക്ഷൻ, UTIക്കൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതാണ്. ഇഞ്ചെക്ഷൻസ് ആയിട്ട് കൊടുക്കാം എന്നുള്ളതാണ്. 8 മണിക്കൂർ ഇടവിട്ട് ഫുഡിന് മീൻസ് ഓറലി കൊടുക്കുവാണെങ്കിൽ 8 മണിക്കൂർ ഇടവിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് എന്നുള്ളതാണ്. സോ ബേസിക്കലി ആ ഡ്രഗിനെ മാറ്റി മാത്രം പഠിച്ചാൽ മതി, അധികം ഒന്നും കാര്യമായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. അമോക്സിലിനാണ്, ആൻറ്റിബയോട്ടിക് ആണ്, നമുക്ക് H പൈലോറി ഇൻഫെക്ഷന് കൊടുക്കാൻ പറ്റുമെന്ന് മാത്രം പഠിച്ചാൽ മതി. സോ ആൻറ്റി അൾസർ കോമൺലി കൊടുക്കുന്ന ഇൻഡിക്കേഷൻ ആണ്. പെപ്റ്റിക് അൾസറിന് കൊടുക്കാറുണ്ട്, ഗേർഡിന് കൊടുക്കാറുണ്ട്, പിന്നെ ഫെർദർ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വായിച്ചാൽ മതിയായിരിക്കും. സോ പ്രിക്കോഷൻ നോക്കുവാണെങ്കിൽ എന്തൊക്കെ കണ്ടീഷനിൽ കൊടുക്കാൻ പറ്റില്ല വെച്ചാൽ അലർജിക് ടു സ്പെസിഫിക് മെഡിക്കേഷൻ. ഇപ്പോൾ എക്സാമ്പിൾ തന്നെ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ ചില ആൾക്കാർക്ക് അലർജിക് ആയിരിക്കും, അത് കൊടുക്കാൻ പറ്റില്ല. പ്രഗ്നൻസി ബ്രസ്റ്റ് ഫീഡിങ് സമയത്ത് കൊടുക്കാൻ പറ്റില്ല. പിന്നെ വേറെ മെഡിക്കേഷനുമായിട്ട് ഇൻട്രാക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെങ്കിൽ, വേറെ ഡ്രഗ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ച് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ലിവറോ കിഡ്നി ഡിസീസോ ഉണ്ടെങ്കിൽ പണി കിട്ടും. പിന്നെ കൺസൾട്ടേഷൻ പറയുവാണെങ്കിൽ നമ്മൾ ഡ്രഗ് എടുക്കുമ്പോൾ ഇൻട്രാക്ഷൻസും ഈ കോമൺ ഇൻഡിക്കേഷനും നോക്കിയതിന് ശേഷം മാത്രമേ കൊടുക്കുകയുള്ളൂ. ചില സമയങ്ങളിൽ NSAID, പാരസ്റ്റമോൾ, ആസ്പിറിൻ ഒക്കെ വേണമെങ്കിൽ അൾസർ ഇൻഡ്യൂസ് ചെയ്തേക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം. ആ സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ഈ ഒരു ആന്റി അൾസർ ഡ്രഗ്സുകൾ നമ്മൾ കൊടുക്കാറുണ്ട് എന്നുള്ളതാണ്, മറന്നു പോകരുത്. അപ്പം ചിലപ്പോൾ വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം, ഈ NSAID കാരണം ഉണ്ടാവുന്ന വെച്ചാൽ കോമൺലി എക്സാംസിലൊക്കെ ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. സോ
നിങ്ങൾക്ക് അല്ലാണ്ട് തിയറി ആണെന്നുണ്ടെങ്കിൽ NSAID ഇൻഡ്യൂസ്ഡ് അൾസർ എന്ന് എഴുതുക. പിന്നെ സൊളിഞ്ചേഴ്സ് എലിസൺ സിൻഡ്രോം ആണ്. സോ ബേസിക്കലി ഇത് വരുന്നത് നമ്മുടെ ട്യൂമേഴ്സ് ആണ് കേട്ടോ. ബേസിക്കലി ഇത് ട്യൂമേഴ്സ് എന്നാണ് നമ്മൾ പറയുക. സോ സിംറ്റംസ് ഉണ്ടായിരിക്കും ഗ്യാസ്ട്രിക് ആസിഡ് കാരണമൊക്കെ ടൂ മച്ച് ഗ്യാസ്ട്രിക് ആസിഡ്സ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് പെപ്റ്റിക് അൾസർ ഉണ്ടാവുന്നതിനാണ് നമ്മൾ സൊളിഞ്ചി എലിസൺ സിൻഡ്രോം എന്ന് പറയുക. സോ അത്രയും മാത്രം നോക്കിയാൽ മതി. വോമിറ്റിംഗ്, വെയിറ്റ് ലോസ്, ഡയറി ഒക്കെ അത് കാരണമായിട്ട് ഉണ്ടാകും എന്നുള്ളതാണ് കേട്ടോ. സോ ഇതിൽ ബേസിക്കലി നോക്കേണ്ട ക്ലാസിഫിക്കേഷൻ നോക്കുക, ഒമിപ്രസോൾ നോക്കുക ആൻഡ് അമോക്സിൽ മാത്രം നോക്കുക എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ആൻറ്റി എമറ്റിക്സ് ആണ്. സോ ബേസിക്കലി എന്താണ് ആൻറ്റി എമറ്റിക്സ്? അതായത് ഛർദ്ദിക്കാനും അല്ലെങ്കിൽ ഛർദ്ദിക്കാൻ തോന്നാതിരിക്കാനും കൊടുക്കുന്ന ഡ്രഗ്സ് ആണ് ആൻറ്റി എമറ്റിക്സ്. മെക്കാനിസം പറയുവാണെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ നമുക്ക് ഛർദ്ദിക്കാൻ വേണ്ടി ട്രിഗർ ചെയ്യുന്ന കുറച്ച് റിസപ്റ്റേഴ്സ് ഉണ്ട്. അതിനെ കയറി ബ്ലോക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഇവരുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. സോ ടൈപ്പ് പറയുകയാണെങ്കിൽ കോമൺ ടൈപ്പുകൾ പറയുവാണെങ്കിൽ ഒരുപാട് ടൈപ്പ് ഉണ്ട് കേട്ടോ. സോ സെറോട്ടോണിൻ റിസപ്റ്റർ ആൻറ്റഗോണിസ്റ്റ്, ഡോപ്പമിൻ റിസപ്റ്റർ ആൻറ്റഗോണിസ്റ്റ്, ആൻറ്റി ഹിസ്റ്റമിൻ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇത് കോമൺ ടൈപ്സുകളാണ്. സോ ആൻറ്റി എമറ്റിക്സ്, അതായത് നമുക്ക് നൗസിയ, വോമിറ്റിംഗ് കുറയ്ക്കുക. നമ്മളിപ്പോൾ എക്സാമ്പിൾ ചില സമയത്ത് കീമോതെറാപ്പി, നമ്മൾ ക്യാൻസറിനൊക്കെ കീമോതെറാപ്പി കൊടുക്കുന്ന പേഷ്യൻറ്റ്, റേഡിയോ തെറാപ്പി കൊടുക്കുന്ന പേഷ്യൻറ്റ്, അല്ലെങ്കിൽ സർജറി സമയത്തൊക്കെ ഛർദ്ദിക്കരുത്. കാര്യം ഛർദ്ദിക്കുക വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം, നമുക്ക് ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല ഛർദ്ദിച്ച് നടക്കാം അല്ലേ. അപ്പോൾ അങ്ങനെ ഛർദ്ദിക്കാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഡ്രഗ്സുകളാണ് ആൻറ്റി എമറ്റിക്സ്. മെക്കാനിസം നമുക്ക് നോക്കാം. സോ ഇത് ആൻറ്റി കോളിനർജിക്, H1 ആൻറ്റി ഹിസ്റ്റമിൻസ്, ന്യൂറോലെപ്റ്റിക്സ്, പ്രോകിനറ്റിക് ഡ്രഗ്സ്, 5-HT3 ആൻറ്റഗോണിസ്റ്റ്, NK1 റിസപ്റ്റർ ആൻറ്റഗോണിസ്റ്റ്, അഡ്ജുവൻ ആൻറ്റി എമറ്റിക് എന്ന രീതിയിൽ ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഉറപ്പായിട്ടും ഡ്രഗ്സുകൾ പഠിക്കുക. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കാൻ പോകുന്നത് സെറോട്ടോണിൻ റിസപ്റ്റർ ആൻറ്റഗോണിസ്റ്റ് ആണ്. സോ ബേസിക്കലി സെറോട്ടോണിൻ റിസപ്റ്റർ ആൻറ്റഗോണിസ്റ്റ് അപ്പോൾ ആരെ ബ്ലോക്ക് ചെയ്യുക? സെറോട്ടോണിനെ തന്നെയാണ്. അല്ലെ, ആക്ഷൻ ഓഫ് സെറോട്ടോണിനെ ബ്ലോക്ക് ചെയ്യുന്നു ഓൺ 5-HT3 റിസപ്റ്റർ ഇൻ ബ്രെയിൻ ആൻഡ് ഗട്ട്. ബ്രെയിനിലെയും നമ്മുടെ ഗട്ടിലെയും 5-HT3 റിസപ്റ്ററിനെ കയറി ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുക. ആക്ഷൻ ഓഫ് സെറോട്ടോണിനെ ബ്ലോക്ക് ചെയ്യുക. എഫക്റ്റ് എന്താണ്? സോ നമുക്ക് വോമിറ്റിംഗ് ഉണ്ടാവില്ല, നൗസിയ ഉണ്ടാവില്ല. എളുപ്പമല്ലേ? കോമൺ പറയുവാണെങ്കിൽ ഏതൊക്കെയാണ്? ഒണ്ടാൻസെട്രോൺ ഉണ്ട്, ഗ്രാനിസ്റ്റിൻ ഉണ്ട്, ഒളാൻസെട്രോൺ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഓൾറെഡി കോമൺലി ഇങ്ങനെ പഠിക്കുമ്പോൾ 2-3 ഡ്രഗുകൾ, ഇപ്പോൾ എക്സാമ്പിൾ ഈ ഒളാൻസെട്രോണും ഗ്രാനിസ്ട്രോണും ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സാമിന് സമയത്ത് എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കോമൺലി ഇത് ചെയ്യാൻ പറ്റും. പിന്നെ മനസ്സിലാക്കുക, കോമ്പറ്റേറ്റീവ് എക്സാംസ് ഉള്ള ആൾക്കാർക്ക് മനസ്സിലാക്കുക, സെറോട്ടോണിൻ റിസപ്റ്റർ ആൻറ്റഗോണിസ്റ്റ് ആണെന്ന് വെച്ചാൽ 5-HT3 റിസപ്റ്ററിനെയാണ് ബ്ലോക്ക് ചെയ്യുന്ന ബ്രെയിൻ ആൻഡ് ഗട്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. പിന്നെ ഡോപ്പമിൻ റിസപ്റ്റർ ആൻറ്റഗോണിസ്റ്റ് ആണ്. പേര് പറയുന്ന പോലെ തന്നെ ഡോപ്പമിൻ റിസപ്റ്റർ ആൻറ്റഗോണിസ്റ്റ്. അപ്പോൾ ആരെ ബ്ലോക്ക് ചെയ്യുക? സോ ഡോപ്പമിൻ റിസപ്റ്ററിനാണ് അല്ലേ. സോ അവർ നൗസിയ, വോമിറ്റിങ്ങിനെ കുറയ്ക്കുവാണ്. കൂടുതലും കീമോതെറാപ്പി, സർജറി സമയത്തൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ കൊടുക്കുക കേട്ടോ. കോമൺലി കൊടുക്കുന്നത് മെറ്റോക്ലോർപ്രൊമൈഡ്, പിന്നെ പ്രോക്ലോർപ്രസൻസിന്, പിന്നെ ഹാലോപിഡോളൊക്കെയാണ് കോമൺലി വരുന്ന എക്സാമ്പിൾസ് കേട്ടോ. സോ എല്ലാം അതിൻ്റേതായ എഫക്റ്റുകൾ വെച്ച് അങ്ങ് പഠിച്ചാൽ മതി. ഡോപ്പമിൻ ആണെങ്കിൽ ഡോപ്പമിൻ റിസപ്റ്റർ ബ്ലോക്കിംഗ് ആണ്, സെറോട്ടോണിൻ ആണെങ്കിൽ സെറോട്ടോണിൻ ബ്ലോക്കിംഗ് ആണ്. അങ്ങനെ തന്നെ പഠിച്ചാലും മതി. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് തെറ്റിപ്പോവില്ല, ഒരു കാരണവശാലും തെറ്റിപ്പോവില്ല കേട്ടോ. അതും അത്രയേ ഉള്ളൂ. സോ നെക്സ്റ്റ് വൺ ഇസ് ആൻറ്റി ഹിസ്റ്റമിൻസ് ആണ്. സോ ആൻറ്റി ഹിസ്റ്റമിൻസും ആൻറ്റി എമറ്റിക് ആയിട്ട് പ്രോപ്പർട്ടി കാണിക്കാറുണ്ട്. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. സോ ആൻറ്റി ഹിസ്റ്റമിൻസ് ബ്ലോക്ക് ചെയ്യുന്നത് H1 റിസപ്റ്റേഴ്സിനെയാണ്, ബ്രെയിനിലുള്ള H1 റിസപ്റ്റേഴ്സിനെയാണ്. അങ്ങനെ നൗസിയും വോമിറ്റിങ്ങും കുറയ്ക്കുവാണ് ചെയ്യുക. എക്സാമ്പിൾ പറയുവാണെങ്കിൽ പ്രോമെത്താസിൻ, ഡൈഫൻ ഹൈഡ്രാമിൻ ഒക്കെയാണ്. പക്ഷേ ആൻറ്റി ഹിസ്റ്റമിൻ നമ്മൾ എപ്പോഴും കൊടുക്കില്ല. എന്തുകൊണ്ടാണ്? നമുക്ക് ചില സമയത്ത് സെഡേഷൻ ഒക്കെ ഇൻഡ്യൂസ് ചെയ്യാറുള്ളത് കൊണ്ട് നമ്മൾ അധികം കൊടുക്കാറില്ല. മോഷൻ സിക്നസ്സിനൊക്കെയാണ് നമ്മൾ ആൻറ്റി ഹിസ്റ്റമിൻസ് കൊടുക്കുന്നത്. നമ്മൾ നോക്കാൻ പോകുന്നത് മെറ്റോക്ലോർപ്രൊമൈഡ് ആണ്. സോ മെറ്റോക്ലോർപ്രൊമൈഡ് ഒരു എഫക്റ്റീവായ ഒരു ആൻറ്റി എമറ്റിക് ആണ്. അതായത് നമ്മൾ മെറ്റോക്ലോർപ്രൊമൈഡ് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ആൻറ്റി എമറ്റിക് പ്രോപ്പർട്ടി എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ കീമോ റിസപ്റ്റോ ട്രിഗർ സോൺ ഉണ്ട്, CTZ സോൺ ഉണ്ട്. അവിടെ പോയിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് അപ്പോമോർഫിൻ ഇൻഡ്യൂസ്ഡ് വോമിറ്റിംഗ് എന്ത് ചെയ്യും? നമുക്ക് കുറച്ച് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഓക്കെ. സോ ഇതിന് ഗ്യാസ്ട്രോ കൈനറ്റിക് എഫക്റ്റ് ഉണ്ട്. അതായത് നമുക്ക് കൺട്രാക്ഷൻ ഇല്ലേ, നമ്മുടെ ഇൻഡസ്ട്രീൻ്റെയൊക്കെ കൺട്രാക്ഷനൊക്കെ കൂട്ടിക്കൊണ്ട്, ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്റ്റിൻ്റെ കൺട്രാക്ഷനൊക്കെ കൂട്ടിക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഫ്രീക്വൻസി കൂട്ടാനായിട്ട് പറ്റും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഇതിൽ ഫുഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ ഫുഡിൻ്റെ കൂടെയാണ് മെറ്റോക്ലോർപ്രൊമൈഡ് കഴിക്കണമെങ്കിൽ ഇൻ്റർഫിയർ ചെയ്യും, ഗ്യാസ്ട്രിക് എംപ്റ്റിഫൈങ് ടൈം ഡിലേ ചെയ്യും എന്നുള്ളതാണ്. സോ സൈഡ് എഫക്റ്റ് പറയുവാണെങ്കിൽ എക്സ്ട്രാ പിരമിഡൽ എഫക്റ്റ് ഉണ്ട്, പ്രൊലാക്ഷൻ സെക്രീഷൻ കാണിക്കാം എന്നുള്ളതാണ് ക്ലോർപ്രൊമൈസിന്. അങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സോ ഇത്രയുമാണ് ക്ലോർപ്രൊമൈസിന് നമുക്ക് ബേസിക് ആയിട്ട് പറയാനുള്ളത്. സോ നമ്മൾ കൊടുക്കുന്നത് നൗസിയ, വോമിറ്റിന് കൊടുക്കാം. കീമോതെറാപ്പി ഇൻഡ്യൂസ്ഡ് നൗസിയ ഉണ്ട്. കീമോതെറാപ്പി കൊടുക്കുന്ന, ക്യാൻസർ തെറാപ്പി കൊടുക്കുന്ന ആൾക്കാരിൽ ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്? വോമിറ്റിംഗ് കാണിക്കാറുണ്ട്, നൗസിയ കാണിക്കാറുണ്ട്. അവർക്കും കൊടുക്കാൻ പറ്റും.
പിന്നെ വെർട്ടിഗോ ഉള്ള ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റും. സോ മോഷൻ സിക്നസ് ഉള്ളവർക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള മേജർ ഇൻഡിക്കേഷൻസ് നമുക്ക് ഉണ്ടെന്നുള്ളതാണ്. പിന്നെ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ മോട്ടിലിറ്റി ഡിസോർഡർ. ചില ആൾക്കാർക്ക് മോട്ടിലിറ്റി ഡിസോർഡർ ഉണ്ടാവും, ഫുഡൊന്നും മര്യാദയ്ക്ക് മൂവ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബേസിക്കലി ഡയബറ്റിക് ഗ്യാസ്ട്രോ പാരാസിസ് അല്ലെങ്കിൽ ഡയബറ്റീസ് ഉള്ള ആൾക്കാരിലൊക്കെ മിക്കവാറും ഒക്കെ ഗ്യാസ്ട്രിക് മോട്ടിലിറ്റി ഡിസോർഡർ കാണുന്നുണ്ട്. അപ്പോൾ ഫുഡ് മൂവ് ചെയ്യില്ല, അല്ലെങ്കിൽ ഫുഡ് പ്രോപ്പർ ഡൈജഷൻ നടക്കില്ല, അല്ലെങ്കിൽ ഫുഡ് കറക്റ്റ് സമയത്ത് ഡൈജസ്റ്റ് ആവില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവരിൽ കാണിക്കും. അപ്പോൾ ഈ മെറ്റോക്ലോർപ്രമേഡ് എന്ത് ചെയ്യുന്നു, ഗ്യാസ്ട്രിക് എംപ്റ്റിഫൈങ് ടൈമിനെ പ്രൊമോട്ട് ചെയ്യുന്നു, കൂട്ടുന്നു. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഫുഡിൻ്റെ കൂടെ എടുക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും, പണി കിട്ടും. ഞാൻ അത് ഓൾറെഡി നേരത്തെ പറഞ്ഞല്ലേ. അപ്പോൾ മനസ്സിലാക്കിക്കോളാം കോൺട്രാ ഇൻഡിക്കേഷൻ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കോളാം. സോ ബേസിക്കലി മെറ്റോക്ലോർപ്രമേഡ് കോൺട്രാ ഇൻഡിക്കേറ്റ് ചെയ്യാറുണ്ട്. ചില ആൾക്കാരിൽ അലർജിക് റിയാക്ഷൻസ് കാണിക്കാറില്ലേ, അവർക്കൊന്നും കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ഒബ്സ്ട്രക്ഷൻ ഉള്ളത് അല്ലെങ്കിൽ ഓൾറെഡി തന്നെ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ഒബ്സ്ട്രക്ഷൻ ഉള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന സമയം നമ്മൾ സൂക്ഷിച്ച് വേണം കൊടുക്കാൻ, കാര്യം മേ ബി കോൺട്രാ ഇൻഡിക്കേറ്റ് ചെയ്യാം. പിന്നെ സീഷ്യർ ഡിസോർഡേഴ്സ്, ഓൾറെഡി പേഷ്യൻറ്റിന് സീഷ്യർസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും സൂക്ഷിച്ച് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. സോ ഈ ഒരു ഡ്രഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചോദിക്കുക, കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ കൂടുതൽ ചോദിച്ച കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് മെറ്റോക്ലോർപ്രമേഡിനെ വെച്ചിട്ട്. അപ്പോൾ അവിടെ നോക്കി തന്നെ പഠിക്കുക. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.